ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീടൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, ഇവിടെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചായ കുടിച്ചിങ്ങോട്ട് വന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഒരു 2.5 years ഒക്കെ ആയിട്ടുണ്ടാവും, ഞങ്ങൾ അതിനുശേഷം നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഒരു മാരേജിൻ്റെ ഫംഗ്ഷനിൽ നമ്മൾ അന്ന് പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല നാട്ടിലേക്ക്. അപ്പോൾ എല്ലാവരെ കാണാനും നാട് കാണാനൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ട്രാവൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഫ്ലൈറ്റിൽ കയറി നമ്മളവിടെ ചെല്ലണം, അതൊക്കെയാണ് എനിക്ക് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നലത്തോടു കൂടി എൻ്റെ ഈ മാസത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം ജോയിൻ ചെയ്താൽ മതി, ആഫ്റ്റർ വെക്കേഷൻ നമുക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതും നമ്മുടെ ഒരു സെക്കൻഡ് ഹോം ആണല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെയും ക്ലീൻ ചെയ്തിട്ടിട്ടും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു 1 month ആയിട്ട് നാട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ, ആ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു, ലിസ്റ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അറിയാലോ വീടൊക്കെ എത്രത്തോളം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കൊരു കുറേ കാര്യങ്ങളൊന്നും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ചെയ്യണ കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം, കുറച്ച് പെർഫെക്ഷൻ വേണം. അതിലെന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതായത് ഒന്നും ഓർഗനൈസ്ഡ് അല്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാട്ടെ ഞാൻ. അപ്പോൾ അതെനിക്ക് കുറേ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തന്നെ ആവണമെന്നും ഭയങ്കര ആഗ്രഹമുള്ള ഒരാളുമായിരുന്നു ഞാൻ. ചെയ്യണ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വീടൊക്കെ മെസ്സി ആയിട്ട് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ പനിയും കാര്യം, ഇപ്പോൾ കുറച്ച് നാളായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ കാര്യത്തിൽ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായില്ല, അത് അവിടെ കിടക്കും. എന്നാലും കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഞാനത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊരു കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അതെൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു 1 month കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. 1 month ഇല്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ചായ കുടിച്ചു. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് തലേദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങാം. മെയിനായിട്ട് ഡ്രസ്സും കാര്യങ്ങളും ഒതുക്കി വെക്കുക, വീടൊന്ന് അടിച്ചു വാരി ഇതാക്കുക, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ട് നമുക്കൊരു സിനിമയൊക്കെ വെച്ചിട്ട് നമ്മൾ കാണാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാട്ടോ പിന്നെ എൻ്റെ ഇവിടെ വരുന്ന കിച്ചൺ. എനിക്ക് ഈ ഫ്ലാറ്റിലേക്ക് മാറാൻ തന്നെ, ഈ ഫ്ലാറ്റ് ചൂസ് ചെയ്യാൻ തന്നെയുള്ള ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കിച്ചണാണ്. കാരണം എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് വീട് നല്ല ഭംഗിയുള്ളൊരു വീട് വേണം, വീട്ടിലെ വർക്ക്സും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്ത് പഠിച്ച് ജോലി കിട്ടുക അത് മാത്രമല്ലായിരുന്നു, ജോലി കിട്ടണേക്കാൾ കൂടുതൽ എനിക്കൊരു നല്ലൊരു വീട് വേണം. അത്ര വലിയ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ അത്യാവശ്യം ഒരു ചെറിയ വീടാണെങ്കിൽ പോലും എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ളൊരു വീട് വേണമെന്ന് എനിക്ക് എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് എങ്ങനെയാവും എന്താവും എന്നല്ല, ജോലി അതിൻ്റെ ഇതിൽ പോകും. പഠിക്കണ കാലത്താട്ടെ, ചെറുപ്പം മുതലത്തെ കാര്യം പറയണേ. അപ്പോൾ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഇപ്പോഴല്ല ജോലിയൊക്കെ കിട്ടിയത്, അപ്പോൾ പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വീട് ഓരോന്നും ഇങ്ങനെ ചെയ്യണം. ഞാൻ എവിടെ വീടിൻ്റെ ഫോട്ടോസ് കണ്ടാലും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല്ലിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയൊക്കെ പോണ സമയത്ത്, എനിക്ക് റൂട്ട് കനാലൊക്കെ ചെയ്യാൻ പോണ സമയത്ത് അവിടെ കുറച്ചിങ്ങനെ മാഗസിൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ ടി വിയിലൊക്കെ വരുന്നതൊക്കെ മാഗസിനിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അന്ന് കണ്ട ആ ഫോട്ടോസൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ആർക്കിടെക്ട് അങ്ങനത്തെ ഒരു കോഴ്സിലോട്ട് പോകാനാണോ ആഗ്രഹം. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് അതിനോടല്ല ആഗ്രഹം, അതെൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ്. എനിക്കൊരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തത്. എനിക്ക് MBBSന് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ചെറുതായിട്ട് ഞാൻ എൻ്റെ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ 1 മാസത്തെ ഇതിനാണ് പോയത്, തൃശ്ശൂർ PC അവിടെ ഞാൻ 1 മാസം പോയിട്ടുണ്ടായിരുന്നു. അതിൽ 1 മാസം പോയെന്ന് പറഞ്ഞാലും പിന്നെ എക്സാം എഴുതി. പക്ഷേ എനിക്ക് കിട്ടിയത് എന്തായിരുന്നു, അഗ്രികൾച്ചർ ഫിഷറീസ് അങ്ങനത്തെ ഇതായിരുന്നു എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആ മാർക്കിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുക.
അപ്പം ഞാൻ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മമ്മിക്കൊക്കെ വെറ്റിനറിക്ക് എന്നെ വിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് മമ്മി ഇങ്ങനെ നമ്മളിങ്ങനെ കഫേയിലൊക്കെ ചെല്ലുമ്പോൾ മമ്മിക്ക് വെറ്റിനറിക്ക് കൊടുക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ പൂച്ച പട്ടി സാധനങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാനല്ലേ 5 കൊല്ലം പഠിച്ചിട്ട് പിന്നെയും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ നിൽക്കണം. അപ്പം എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പഠിക്കുക, ജോലി കിട്ടുക. അന്ന് എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഒപ്റ്റോമെട്രി കോഴ്സ് എടുത്തിട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ പറഞ്ഞു വന്നത്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയാം, ഇവിടെയും കുറച്ച് സൈറ്റുകളുണ്ട് നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷെ എന്നാൽ കൂടെ നമുക്ക് മിന്ത്ര, മീഷോ, നൈക്ക കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും വാങ്ങാൻ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വാങ്ങണം. അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാവും, എത്രയാവും എമൗണ്ട്, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. കാരണം നമ്മൾ തിരിച്ച് അധികം നാളെ നിൽക്കില്ലല്ലോ, നമ്മുടെ നാട്ടിൽ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാനുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, വീഡിയോ ഇപ്പോൾ കോപ്പി ഇതാക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് യൂട്യൂബിൻ്റെയൊക്കെ തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ തമ്പനെയിൽസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും തമ്പനെയിൽസ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. എന്നിട്ടാണ് അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് യൂട്യൂബൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ. അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി ഒപ്റ്റോമെട്രിയുടെ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർക്ക് ഉപകാരം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. സ്റ്റിൽ ആ വീഡിയോസിന് കമൻസും അത് വീഡിയോസിന് വ്യൂസൊക്കെ കാണുമ്പോൾ ഞാൻ വേറെ എന്ത് വീഡിയോസ് ഇട്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ വ്യൂസ് എനിക്ക് ഒപ്റ്റോമെട്രിയുടെ വീഡിയോസ്. അങ്ങനെയൊക്കെ തന്നെയാണ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടോ. ഒരു 1 ഇയർ മുന്നേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തിരുന്നു. അപ്പം നമുക്കതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഏണിങ്സ് കിട്ടാത്ത സമയത്തും എനിക്ക് വീഡിയോ എടുക്കാൻ, ഞങ്ങൾക്ക് 2 പേർക്കും വീഡിയോസ് എടുക്കാൻ പാഷനായിരുന്നു. ഇച്ചയാണെങ്കിലും ആളിങ്ങനെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, ആൾക്ക് ഒപ്റ്റോമെട്രിനെ കുറിച്ച് അറിയില്ല, കണ്ണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാളല്ല. പക്ഷേ സ്റ്റിൽ ആൾക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത്, ആൾ റൂമിൽ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതായത് എഴുതി എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ആളിങ്ങനെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലെക്ചർ നോട്ടൊക്കെ എഴുതുന്ന പോലെ അപ്പോൾ ജസ്റ്റ് അത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഇന്നതാണ് സംഭവം, നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗം വീഡിയോസ് എടുക്കുന്നു, പോകുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ. അങ്ങനെ ഒരുപാട് ഇതായിട്ട് നിന്നിട്ടാണ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ എത്തിയത്. നമുക്ക് നമ്മുടെ കുറച്ച് വീഡിയോസ് നല്ലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത്. പിന്നെ ഈ ഒരു അടുത്താണ് ഞാനിങ്ങനെ കുറച്ചൊരു 1 ഇയർ അല്ല, ഒരു 2 years ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത്. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത്. അപ്പോൾ ഓൾമോസ്റ്റ് പാക്കിങ് നമ്മൾ ഇന്ന് തന്നെ തീർത്തു, ഒക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം.